ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് പാചകക്കാരി എൻ്റെ മോളാണ്. അപ്പോൾ ആപ്പിൾ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഇന്ന് ഞാൻ ആപ്പിളും കൊണ്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശരിയെന്ന് ഞാൻ സമ്മതിച്ചു. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജ്യൂസും ഷേക്കും ഒക്കെ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഇന്ന് കണ്ടുപിടിച്ചതാണ് സ്മൂതി ഉണ്ടാക്കാവുന്ന ആപ്പിൾ സ്മൂതി. അങ്ങനെ ആപ്പിൾ കഴുകി വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ടാക്കി ഞാൻ ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ബാക്കി പിന്നെ അവൾ തന്നെ കട്ട് ചെയ്തു. പിന്നെ നമുക്ക് പഴമാണ് അടുത്തത് വേണ്ടത്. പഴം റോബസ്റ്റ പഴമാണ്, മറ്റേ ഏത്തക്കായും ചെറുപഴം ഒന്നുമില്ലായിരുന്നു. അപ്പോൾ റോബസ്റ്റ അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തു. നമുക്ക് പഴമൊന്നും ഇഷ്ടമല്ല, ഫ്രൂട്ട്സേ ഇഷ്ടമല്ല. പിന്നെ ഇതുണ്ടാക്കേണ്ട ഇഷ്ടം കൊണ്ട് മാത്രം അവളിതിനൊക്കെ റെഡിയായി. അങ്ങനെ പഴമൊക്കെ കട്ട് ചെയ്ത് പീസാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴത്തിൻ്റെ പകുതി എടുത്തത്, ഞങ്ങൾ കുറച്ച് പേരുള്ളതുകൊണ്ട് അധികം എടുത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പീസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ആപ്പിളിൻ്റെ പീസസ്. പിന്നെ ജാറെടുത്തു, അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിളും ബനാനയും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുത്തു, എങ്ങനെ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ച് ഓരോന്ന് ചെയ്യാൻ പറഞ്ഞു. പിന്നെ കുറച്ച് പാലൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറിനകത്തോട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ആപ്പിളും ബനാനയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഐസ് ക്യൂബാണ്. ഞങ്ങൾക്ക് പിന്നെ ജലദോഷവും പനിയൊക്കെ ഉള്ളതുകൊണ്ട് നോർമൽ തണുപ്പിൽ തന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഐസ് ക്യൂബൊന്നും ഇട്ടില്ല, കുറച്ച് പാലൊഴിച്ചുകൊണ്ട് പിന്നെ അത് മതി. പിന്നെ ബൂസ്റ്റാണ് വേണ്ടത്. നട്ട്സ് ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും, നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ബൂസ്റ്റ് ഇട്ടു. അപ്പോൾ നമ്മളുടെ ആപ്പിൾ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇത് മോളുടെ പ്രിപ്പറേഷനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.